നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ഉർവശി ആകെ ദുഃഖിതയായി. എന്നിട്ട് അവൾ തൻ്റെ മനസ്സിലുള്ളതായ സങ്കല്പങ്ങളെല്ലാം അർജുനനോട് വളരെ സ്പഷ്ടമായ ഭാഷയിൽ തന്നെ പറഞ്ഞു. അല്ലയോ അർജുന, ഞാൻ നിന്നിൽ അനുരക്തയാണ്. നിന്നോടൊപ്പം കഴിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നീ ദേവലോകത്തിലേക്ക് ആനയിക്കപ്പെട്ട അവസരത്തിൽ ഏതാനും ദിവസം മുമ്പായിരുന്നല്ലോ അത്. ഇവിടെ വലിയൊരു ഉത്സവം ദേവചക്രവർത്തിയായിരിക്കുന്ന ഇന്ദ്രൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടല്ലോ. നിന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, നിന്നെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട്. ആ അവസരത്തിൽ ദേവലോകത്തിലുള്ള എല്ലാ ആളുകളും അവിടെ സന്നിഹിതരായിരുന്നു. അപ്സരസ്സുകൾ നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നൃത്തം ചെയ്തു. ഞാൻ ഉൾപ്പെടെയുള്ള അപ്സരസ്സുകൾ, ഗന്ധർവന്മാർ അവരുടെ മികവുകളെല്ലാം സംഗീതം എന്നുള്ളതായ മാധ്യമത്തിലൂടെ പ്രയോഗിച്ചു. താളമേളങ്ങളും സംഗീതവും നൃത്തവും ഒക്കെ കൊണ്ട് വലിയൊരു ഉത്സവമായിരുന്നു. ഭൂർലോക നിവാസികളെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. 33 കോടി ദേവന്മാരും അവിടെ സന്നിഹിതരായിരുന്നു. അങ്ങനെയുള്ള ആ അന്തരീക്ഷത്തിൽ അലയോ അർജുന, വീണാസു വാദ്യമാനാസു ഗന്ധർവൈ ശക്രനന്ദന. അല്ലയോ ദേവേന്ദ്രൻ്റെ പുത്രനായിരിക്കുന്ന അർജുന, ഗന്ധർവന്മാർ മധുരമധുരമായിട്ട് വീണ വായിക്കുകയായിരുന്നു. അതേപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള പാട്ടുകാർ ദിവ്യങ്ങളായിരിക്കുന്ന ഗാനങ്ങൾ കൊണ്ട് ആ അന്തരീക്ഷത്തെ മുഴുവൻ മുഖരിതമാക്കി എല്ലാവരുടെയും മനസ്സുകളെ ആനന്ദിപ്പിച്ചു. ആ അവസരത്തിൽ സർവ അപ്സരസു മുഖ്യാസു പ്രനൃത്താസു കുരുദ്വഹ. അവിടെ ദേവലോകത്തിലുള്ളവരായ നല്ല നർത്തകിമാർ, അപ്സരസ്സുകളുടെ കൂട്ടത്തിൽ തന്നെ പ്രധാനികളായിട്ടുള്ള ആളുകൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം നർത്തനം ചെയ്യാൻ അവിടെ സന്നിഹിതരായിരുന്നു. അവർ നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. ആ അവസരത്തിൽ നിന്റെ ഒരു പ്രത്യേക നോട്ടം ഞാൻ ശ്രദ്ധിച്ചു. ത്വം കില അനിമിഷ പാർത്ഥ മാമേകാം തത്ര ദൃഷ്ടവാൻ. നീ എന്നെ മാത്രമേ നോക്കിയുള്ളൂ. സുന്ദരിമാരായ അപ്സരസ്സുകൾ എല്ലാവരും നൃത്തം ചെയ്യുന്നതായ ആ വേദിയിൽ നിന്റെ കണ്ണുകളെ ആകർഷിക്കാൻ അനേകം പേരുണ്ട്. പക്ഷേ നീ കൺപോള അടയ്ക്കാതെ, ഇമ വെട്ടാതെ, തുറന്ന കണ്ണുകളുമായിട്ട് എന്നെ തന്നെ ശ്രദ്ധയോടുകൂടിയിട്ട് നോക്കി നിൽക്കുന്നത് ഞാൻ ഭംഗിയായി കണ്ടു. നിന്റെ ആ നോട്ടം അനേകം അർത്ഥങ്ങൾ എൻ്റെ മനസ്സിൽ ഉളവാക്കി. ആ അർത്ഥങ്ങളെല്ലാം സഫലമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിന്റെ ഈ ഭവനത്തിൽ ഏകാകിനിയായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. നിന്റെ ഗുണഗണങ്ങൾ ഞാൻ എത്രയോ അറിഞ്ഞിരിക്കുന്നു, ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. നൃത്തത്തിലും സംഗീതത്തിലും വാദ്യത്തിലും യുദ്ധവൈദഗ്ധ്യത്തിലും എല്ലാറ്റിലുമുള്ളതായ നിന്റെ കഴിവുകൾ അതെന്നെ ആകർഷിക്കുന്നു. ത്വത് ഗുണാകൃഷ്ട ചിത്താഹം അനംഗവശമാകത. നിന്റെ ഗുണഗണങ്ങൾ എല്ലാം ചേർന്നിട്ട് എൻ്റെ മനസ്സിനെ ആകർഷിച്ചു. അങ്ങനെയുള്ള എൻ്റെ നേരെ കാമദേവൻ പൂവമ്പുകൾ നിരന്തരം ചൊരിയുന്നു. അങ്ങനെ എന്നെ കാമദേവൻ കീഴ്പ്പെടുത്തി നിനക്ക് വേണ്ടിയിട്ട് നിന്റെ നാമധേയത്തിൽ. അതുകൊണ്ട് അല്ലയോ അർജുന,
ചിരാഭിലഷിതോ വീര മമാപ്യേഷ മനോരഥ. എൻ്റെ മനസ്സിൽ ഏറെക്കാലമായിട്ട് നിറഞ്ഞു നിൽക്കുന്നതായ ഈ ആഗ്രഹം, നിന്നെ കമിതാവായി ലഭിക്കുകയെന്നുള്ള ആഗ്രഹം, അല്ലയോ അർജുന, നീ അത് പൂർത്തിയാക്കിയാലും സഫലമാക്കി തീർത്താലും, ഇങ്ങനെ തൻ്റെ ഇംഗിതം മുഴുവൻ, ആഗ്രഹം മുഴുവൻ, തൻ്റെ മനസ്സിൻ്റെ അപ്പോഴത്തെ അവസ്ഥ മുഴുവൻ ഉർവശി അർജുനനോട് വളരെയേറെ മധുരമധുരമായിട്ട് പറയുന്ന അവസരത്തിൽ അർജുനൻ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് തുടർന്ന് വൈശമ്പായന ഉവാച. വൈശമ്പായനൻ പറഞ്ഞു, താം തഥാ ബ്രുവതീം ശ്രുത്വ പൃശം ലജ്ജാവൃതോർജുന. ഇങ്ങനെയെല്ലാം പറയുന്ന ആ ഉർവശിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അർജുനന് വർദ്ധിച്ചതായ ലജ്ജയുണ്ടായി. ശരിക്ക് ഉർവശിയാണ് ഇങ്ങനെയൊക്കെ പറയാൻ ലജ്ജിക്കേണ്ടിയിരുന്നത്. ലജ്ജയൊന്നുമില്ലാതെ അവൾ എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ കേട്ടുകൊണ്ട് നിന്ന അർജുനൻ ലജ്ജിതനായി. അർജുനൻ്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നു എങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ഉർവശിക്കറിയാം. അതിന് നേരെ വിപരീതമായിട്ട് അർജുനൻ അങ്ങേയറ്റം ലജ്ജിച്ചു. എന്നിട്ട് ഉവാച കർണൗ ഹസ്താഭ്യാം പിഥായ ത്രിദശാലയെ, തൻ്റെ 2 കരങ്ങൾ കൊണ്ടും തൻ്റെ 2 കാതുകളെയും അർജുനൻ അടച്ചു പിടിച്ചു. ആ വാക്കുകൾ കേൾക്കാൻ തനിക്ക് ശക്തി പോരാ. ആ വാക്കുകൾ തൻ്റെ കർണങ്ങൾക്ക് കഠോരമായിരിക്കുന്ന നാരാജങ്ങളെപ്പോലെ, അമ്പുകളെപ്പോലെ അനുഭവപ്പെടുന്നു. മധുരമാണ് വാക്ക്, സംഗീതാത്മകമായ രീതിയിലാണ് ഉർവശി സംസാരിക്കുന്നത്. പക്ഷേ അർജുനന് തീ കോരിയിടുന്നത് പോലെ തോന്നി തൻ്റെ കാതുകളിൽ. അതുകൊണ്ട് കാതുകളെ അടച്ചു പിടിച്ചു. എന്നിട്ട് അർജുനൻ ആ ഉർവശിയോടിങ്ങനെ പറഞ്ഞു, ദുശ്രുതം മേസ്തു സുഭഗേ എന്മാം വദസി ഭാവിനി. അല്ലയോ എല്ലാ ഐശ്വര്യത്തിൻ്റെയും ഇരിപ്പിടമായിട്ടുള്ളവളെ, അങ്ങയുടെ നാവിൽ നിന്നിട്ട് പ്രവഹിച്ചതായ ആ വാക്കുകൾ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കേൾക്കാൻ പറ്റിയ വാക്കുകളല്ല. എനിക്ക് ദുഃഖമുളവാക്കുന്ന വാക്കുകളാണ്. എനിക്ക് ആനന്ദത്തെ അല്ല അത് ഉളവാക്കുന്നത്. എനിക്ക് വിപരീതമായ അനുഭവത്തെയാണ് അത് ഉളവാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ദേവിയിൽ നിന്ന് ഈ പ്രകാരത്തിലുള്ളതായ വാക്കുകൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും എനിക്കത് സങ്കല്പിക്കുക പോലും സാധ്യമല്ല. ദേവി നിൽക്കുന്നത് എത്രയോ ഔന്നത്യങ്ങളിൽ, എല്ലാ പ്രകാരത്തിലും എനിക്ക് ആദരണീയയാണ്. ഗുരുധാരൈ സമാനാമേ നിശ്ചയേന വരാനനെ. അല്ലയോ സുന്ദരിയായിട്ടുള്ള ഉർവശി, അങ്ങയെ ഞാൻ കാണുന്നത്, ദേവിയെ ഞാൻ കാണുന്നത് ഗുരുപത്നിയെപ്പോലെയാണ്. ഗുരു സാക്ഷാൽ പരബ്രഹ്മമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയും. ഗുരു ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർദേവോ മഹേശ്വര. ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വളരെ വ്യക്തമായിട്ട് ആ ശ്ലോകം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഈ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ഒന്നായിരിക്കുന്ന നിർഗുണ നിരാകാര ബ്രഹ്മം തന്നെയാണ് ഗുരു. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്കും ഉപരിയാണ് ഗുരുവിൻ്റെ സ്ഥാനം. ആ ഗുരുവിൻ്റെ പത്നി അങ്ങേയറ്റം ആരാധ്യയാണ്, അങ്ങേയറ്റം പൂജനീയയാണ്. ആദിപരാശക്തിയുടെ അവതാരമായിട്ടാണ് ഗുരുപത്നിയെ ഭാരതം എക്കാലവും കണ്ടുപോന്നിരുന്നത്. അർജുനൻ ഉർവശിയോട് പറയുന്നു, അല്ലയോ ദേവി, അങ്ങ് എൻ്റെ കണ്ണുകളിൽ ഗുരുപത്നിക്ക് തുല്യമാണ്. അതുകൊണ്ട് അങ്ങേയറ്റം ആദരവോടുകൂടിയിട്ടാണ് ഞാൻ കാണുന്നത്. ഒരിക്കലും അങ്ങയുടെ നാവിൽ നിന്നിട്ട് ഈ പ്രകാരത്തിലുള്ളതായ വാക്കുകൾ കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിനാൽ എൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട്, മറുപടി കേട്ടിട്ട് യാതൊന്നും ചിന്തിക്കരുത്, യാതൊന്നും പരിഭവിക്കരുത്, വേദനിക്കരുത്, കോപിക്കരുത്. എന്തുകൊണ്ടാണ് താൻ അന്ന് അങ്ങനെ നൃത്തമേഷയായിട്ട് ആ നൃത്തസഭയിൽ വെച്ച് ഉർവശിയെ നോക്കിയത്?
എന്നതിൻ്റെ കാരണം അർജുനൻ പറഞ്ഞു കേൾപ്പിക്കാൻ. ഉർവശിയോട് പ്രണയമുണ്ടായിട്ടല്ല, ഏതെങ്കിലും പ്രകാരത്തിൽ ഉർവശിയെ നേടണം എന്നുള്ള ആഗ്രഹമുണ്ടായിട്ടല്ല, പിന്നെയോ ആരാധന കൊണ്ട്. എന്തുകൊണ്ട് ആരാധനയുടെ ബോധമുണ്ടായി? ഇയം പൗരവംശസ്യ ജനനീ മുദിതേതിഹ ത്വാമഹം ദഷ്ടവംസ്തത്ര വിജ്ഞായ ഉദ്ഭല്ലലോചന. ഞാൻ അന്ന് വിടർന്ന കണ്ണുകളോടുകൂടിയിട്ട് നിശ്ചലമായി നിന്ന് കണ്ണെടുക്കാതെ നോക്കി നിന്നു ദേവി നിന്നെ. എന്തുകൊണ്ടെന്നാൽ ദേവി ഭൂമിയിലുള്ള ഞങ്ങളുടെ വംശത്തിൻ്റെ ആദ്യത്തെ മാതാവാണ് എന്ന് പണ്ടേ തന്നെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ചന്ദ്രവംശം ഉണ്ടാകുന്നത്, ഈ പൗരവംശം ഉണ്ടാകുന്നത്, പൂരുവിൻ്റേതായി ഈ വംശം ഉണ്ടാകുന്നത് ആദിമാതാവായ ഉർവശിയിൽ നിന്നാണ്. ആ വംശത്തിൻ്റെ മാതാവ്, ആദിമാതാവ് ഉർവശിയാണ്. അങ്ങനെ എൻ്റെ അമ്മമാർക്കെല്ലാം അമ്മയായിരിക്കുന്ന, അങ്ങേയറ്റത്തെ ആരാധ്യയായിരിക്കുന്ന ദേവിയാണങ്ങ്. അങ്ങയെ ഞാൻ കണ്ടിട്ടില്ല. ഭൂമിയിൽ വച്ച് എൻ്റെ അമ്മയും അതേപോലെ തന്നെ വലിയമ്മയും അങ്ങനെയുള്ള പൂരുവംശത്തിൽ പിറന്ന എൻ്റെ ഗുരുജനങ്ങളും എല്ലാവരും ദേവിയെക്കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. കാണാൻ എപ്പോഴെങ്കിലും സാധിക്കുമെന്ന് വിചാരിച്ചില്ല. കാരണം ദേവി സ്വർലോകത്തിലാണ്, ഞങ്ങളാകട്ടെ ഭൂലോകത്തിൽ. പക്ഷേ ഇപ്പോഴിതാ കാണാൻ അവസരം വന്നു. ഈ അപ്സരസുകളുടെ കൂട്ടത്തിൽ വച്ച് ദേവിയാണ് എൻ്റെ വംശത്തിൻ്റെ മാതാവായിരിക്കുന്ന അമ്മയെന്ന് അറിഞ്ഞ്, ഉർവശി എന്ന് അറിഞ്ഞ് ഞാൻ അത്ഭുതത്തോടുകൂടി നോക്കി, ആനന്ദത്തോടുകൂടി നോക്കി. എൻ്റെ വംശത്തിൻ്റെ മാതാവിനെ കാണാൻ കഴിഞ്ഞ ഭാഗ്യം, അസുലഭമായ ഭാഗ്യം, ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്തതായ ഭാഗ്യം. അങ്ങനെ ത്വാമഹം ദ്രഷ്ടമാംസ്തത്ര. അല്ലയോ ദേവി, നിന്നെ ഞാൻ അവിടെ ആ നൃത്തമണ്ഡപത്തിൽ വച്ചിട്ട് നേരിട്ട് കണ്ടു. നീ ആരാണ് എന്നും ഞാൻ അറിഞ്ഞു. എൻ്റെ വലിയ ആഗ്രഹം, മാതാവിനെ കാണാൻ കഴിയുമെന്നുള്ള ആഗ്രഹം, അത് സഫലമായി തീർന്നു. അതിനാൽ ഞാൻ അങ്ങനെ നോക്കി നിന്നു. ആരാധനയാണതിൽ, അമ്മയോടുള്ള ആരാധനയാണതിൽ. നമാം അർഹസി കല്യാണി അന്യഥാ ധ്യാതും അപ്സര. അല്ലയോ അപ്സരസെ, എന്നെ വേറെ ഒരു പ്രകാരത്തിലും ചിന്തിക്കരുത്. അങ്ങ് കല്യാണ സ്വരൂപിണിയാണ്, കല്യാണ ഗുണങ്ങളോടുകൂടിയവളാണ്. അങ്ങനെയുള്ള ദേവി എന്നെ പുത്രൻ എന്നുള്ള നിലയിലല്ലാതെ വേറൊരു പ്രകാരത്തിലും സങ്കല്പിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഗുരുർ ഗുരുതരാമേ ത്വം മമത്വം വംശവർദ്ധിനി. ഞാൻ ജനിച്ച പവിത്രമായിരിക്കുന്ന, പ്രശസ്തമായിരിക്കുന്ന ഒരു വംശത്തിൻ്റെ മുഴുവൻ മാതാവാണ് അങ്ങ്. ഈ വംശത്തിൻ്റെ വർദ്ധനവ് അമ്മയുടെ, അല്ലയോ ദേവി, അമ്മയുടെ അനുഗ്രഹത്താലാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനാൽ എനിക്ക് ഗുരുവിനേക്കാളും അങ്ങേയറ്റം ആരാധനീയയാണ് അല്ലയോ അമ്മേ അങ്ങ്. അങ്ങനെയുള്ള ദേവി എന്നെ പുത്രനായി മാത്രമല്ലാതെ വേറൊരു പ്രകാരത്തിലും ചിന്തിക്കരുത് എന്ന് തൊഴുകയോടുകൂടിയിട്ട് ഭക്തിയോടുകൂടി അർജുനൻ ഉർവശിയോട് പറഞ്ഞു. അർജുനൻ്റെ മനസ്സിലെ ചാവല്യമില്ലായ്മ അത് എത്ര കണ്ട് ദൃഢതരമാണ് എന്ന് അർജുനൻ്റെ ഈ മറുപടിയിൽ നിന്ന്, ആ സന്ദർഭത്തിൻ്റെ പ്രത്യേകതയിൽ നിന്ന് ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മാർദ്ദവം ഹ്രീരചാപലം എന്നെല്ലാം ദൈവീ സമ്പത്തിനെ ചുരുങ്ങിയ വാക്കുകളിൽ കാരികാരൂപത്തിൽ, ശ്ലോകരൂപത്തിൽ വ്യാസഭഗവാൻ പറഞ്ഞു പോകുമ്പോൾ അതിനെ ഓരോന്നിനെയും നാം എങ്ങനെ മനസ്സിലാക്കണം എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രകാരത്തിലുള്ളതായ സന്ദർഭങ്ങൾ വ്യാസഭഗവാൻ ഈ കഥയിൽ ഇങ്ങനെ നിർമ്മിച്ചു വച്ചത്. ആ സന്ദർഭങ്ങളെ കഥയാക്കിയപ്പോൾ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഇതിഹാസവും ആയി തീർന്നു മഹാഭാരതം. ഇത് ഉർവശി ആകെ തകർത്ത് കളഞ്ഞു.
ഉർവശിയെ തളർത്തിക്കഴിഞ്ഞു. ഉർവശി ഉടൻ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സങ്കല്പം വേറൊന്നാണ്. അർജുന, നീ പറയുന്ന പ്രകാരത്തിലല്ല. ഈ ലോകത്തിൽ എല്ലാവരും ഞങ്ങൾക്കൊരുപോലെയാണ്. ആരോടും ഒരു പ്രത്യേകതയുമില്ല. എല്ലാവരെയും ഞങ്ങൾ ഒരേപോലെ കാണും, ഒരേപോലെ സ്വീകരിക്കും. അതുകൊണ്ടല്ലയോ അർജുന, നീ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും ചേരുന്നതല്ല. നീ എന്നെ ഒരിക്കലും ഗുരുസ്ഥാനത്ത് കാണരുത്. ഗുരുസ്ഥാനെ നമാം വീര നിയോക്തും ത്വമിഹാർഹസി. ഇവിടെ ഈ ദേവലോകത്തിൽ ഇവിടുത്തെ നിയമങ്ങളൊക്കെ വേറെയാണ്. ഭൂമിയിലെ നിയമങ്ങളല്ല, ഭൂമിയിലെ ധർമ്മസങ്കല്പങ്ങളല്ല. ഇവിടെ വിശേഷിച്ചും ഞങ്ങൾക്ക് അപ്സരസുകൾക്ക് ഞങ്ങളുടെ ധർമ്മസങ്കല്പം തികച്ചും വിഭിന്നമാണ്. അതുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഒരിക്കലും അയുക്തമല്ല. എൻ്റെ ജീവിതക്രമത്തിന്, ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ ജീവിതക്രമത്തിന് ഏറ്റവും യുക്തമാണ് എൻ്റെ വാക്കുകൾ. അതിനാൽ എന്നെ ഒരിക്കലും നീ പറഞ്ഞ പ്രകാരത്തിൽ ഗുരുവിൻ്റെ സ്ഥാനത്ത് നീ കാണരുത്. ഇതാണ് എനിക്ക് ഈ അവസരത്തിൽ നിന്നോട് പറയാനുള്ളത്. അതിനാൽ തത്പ്രസീത ന മാമാർത്താം വിസർജയതുമർഹസി. അതുകൊണ്ടല്ലയോ അർജുന, നീ എന്നിൽ വളരെയേറെ സന്തുഷ്ടനായി തീർന്നാലും, എന്നോട് കാരുണ്യമുള്ളവനായി തീർന്നാലും, എന്നിൽ പ്രസാദിച്ചാലും, ഈ പ്രകാരത്തിൽ എൻ്റെ ആഗ്രഹത്തെ തട്ടിയെറിഞ്ഞ് എന്നെ ദുഃഖിതയാക്കിയിട്ട് ഇവിടെ നിന്ന് നീ ഒരിക്കലും പറഞ്ഞയക്കരുത്. അതൊരിക്കലും നിനക്ക് യോജിച്ചതല്ല. എന്തുകൊണ്ടെന്നാൽ ഹൃച്ഛയേനച്ച സന്തപ്തം ഭക്താം ച ഭജമാനത്. ഞാൻ കാമദേവനാൽ അങ്ങേയറ്റം ഉപദ്രവിക്കപ്പെടുന്നവളാണ്. അത് എനിക്ക് സഹിക്കാനാവുന്നില്ല. ഞാനാകട്ടെ നിന്റെ ഭക്തയാണ്, നിന്നെ ശരണം പ്രാപിച്ചവളാണ്. നിന്നെ ലഭിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലുതായിട്ടുള്ളതായ നേട്ടമാണ്. അതുകൊണ്ട് അല്ലയോ അർജുന, എന്നെ പരിത്യജിക്കരുതേ എന്ന് കരുണയോടുകൂടി തന്നെ നോക്കുവാൻ, തൻ്റെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുവാൻ അങ്ങേയറ്റം കരയുന്ന പ്രകാരത്തിൽ, യാചിക്കുന്ന പ്രകാരത്തിൽ ഉർവശി അർജുനനോട് അഭ്യർത്ഥിച്ചു.